നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വലിയൊരു ദുരന്തം സംഭവിച്ചാൽ അത് നമ്മളെയും മാനസികമായി തളർത്തിക്കളയും. ഒരുപക്ഷെ ഇനി എന്തിനീ ഭൂമിയിൽ ജീവിക്കണമെന്ന് പോലും ചിന്തിച്ചേക്കാം. തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശിനി ഗായത്രിയുടെ മരണശേഷം ആ യുവതിയുടെ കുടുംബവും ഇങ്ങനെ ചിന്തിച്ചൊരു സമയമുണ്ട്. 2 പെൺമക്കളെ വളർത്തി അവരെ വിവാഹം കഴിപ്പിക്കാനുള്ള ആലോചനയിലായിരുന്നു ആ മാതാപിതാക്കൾ. അതിനിടെ ഗായത്രിയുടെ ദുരൂഹമരണം. ആദ്യം ആത്മഹത്യ എന്നാണ് പോലീസ് കണ്ടെത്തിയത്. എന്നാൽ ചേച്ചിക്ക് നീതി കിട്ടണമെന്ന ഗായത്രിയുടെ സഹോദരിയുടെ നിശ്ചയദാർഢ്യവും നിയമ പോരാട്ടവും സംഭവത്തിൻ്റെ ചുരുളഴിച്ചു. ഒടുവിൽ കാമുകൻ പ്രവീൺ യുവതിയെ കൊലപ്പെടുത്തിയതെന്ന് കണ്ടെത്തി. അവിടെയും തീർന്നില്ല ആ യുവതിയുടെ പോരാട്ടം. 2022 മാർച്ചിൽ നടന്ന ദാരുണമായ സംഭവത്തിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. കേസിൽ ഇനി എന്താകും പ്രതിക്കുള്ള ശിക്ഷ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. മാർച്ചിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ചതാണ് തിരുവനന്തപുരം തമ്പാനൂരിലെ ഹോട്ടൽ മുറിയിൽ യുവതിയെ കഴുത്തുഞ്ഞെരിച്ച് കൊലപ്പെടുത്തിയ കേസ്. കാട്ടാക്കട സ്വദേശിനി ഗായത്രിയുടെ മരണം ആദ്യം ആത്മഹത്യയെന്നാണ് പോലീസ് കണ്ടെത്തിയത്. പിന്നീട് വിശദമായ അന്വേഷണത്തിൽ കാമുകൻ പ്രവീൺ കഴുത്തുഞ്ഞെരിച്ച് കൊലപ്പെടുത്തിയെന്ന് തെളിഞ്ഞു. കാമുകിയെ ഒഴിവാക്കാനാണ് വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമായ പ്രവീൺ യുവതിയെ ഹോട്ടലിൽ എത്തിച്ച് അരുൺ കൊല ചെയ്തത്. ആ കേസിൽ 3 വർഷത്തിന് ശേഷം പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. പ്രതി പ്രവീണിനുള്ള ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. ഗായത്രിയുടെ സഹോദരി നടത്തിയ നിയമ പോരാട്ടമാണ് നിർണായകമായത്. കേസിൽ വിധി പറയുമ്പോൾ ഏറെ വൈകാരികമായ കാഴ്ചകൾക്കാണ് തിരുവനന്തപുരത്തെ കോടതി പരിസരം സാക്ഷിയായത്. മാർച്ച് 6 രാവിലെയാണ് തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷനിലുള്ള ഹോട്ടലിൽ പ്രവീൺ മുറിയെടുത്തത്. ഉച്ചയോടെ കാട്ടാക്കട സ്വദേശിനി ഗായത്രിയും എത്തി. വൈകിട്ട് മുറിപൂട്ടി സ്ഥലം വിട്ട പ്രവീൺ ഒരു സ്ത്രീ മുറിയിൽ മരിച്ചു കിടക്കുന്നുണ്ടെന്ന് അർദ്ധരാത്രിക്ക് ശേഷം ഹോട്ടൽ റിസപ്ഷനിൽ ഫോൺ വിളിച്ച് അറിയിക്കുകയായിരുന്നു. ജീവനക്കാർ അറിയിച്ചതനുസരിച്ച് പോലീസ് എത്തി മുറി തുറന്നപ്പോഴാണ് ഗായത്രിയെ കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൽപിടുത്തത്തിന്റെ ലക്ഷണങ്ങൾ ഒന്നും തന്നെ മുറിയിൽ ഉണ്ടായിരുന്നില്ല. വായിൽ നിന്നും നുരയും പതയും വന്ന നിലയിലായിരുന്നു മൃതദേഹം. ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ച കേസിലെ പ്രതിയെ പോലീസ് അടുത്ത ദിവസം തന്നെ അറസ്റ്റ് ചെയ്തു. ദൃക്സാക്ഷികൾ ഒന്നുമില്ലാതിരുന്ന കേസിൽ പൂർണ്ണമായും ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് തെളിയിച്ചത്. ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ കൃത്യമായി ശേഖരിക്കാനും അത് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് അത് കൃത്യമായി കോടതിയെ ബോധിപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. വളരെ സന്തോഷം. കാര്യം ആ വീട്ടുകാരൊക്കെ വളരെ കാര്യമായി ഈ പ്രോസിക്യൂഷൻ നടപടികൾക്ക് നമ്മുടെ കൂടെ നിൽക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്തു. അവരുടെ വലിയൊരു താല്പര്യം ഇതിന്റെ പിന്നിലുണ്ട്. നഗരത്തിലെ ഒരു ജ്വല്ലറിയിലെ ജീവനക്കാരായിരുന്നു ഇരുവരും. വിവാഹിതനായ പ്രവീണിന് 2 കുട്ടികളുമുണ്ട്. ഗായത്രിയുമായുള്ള ബന്ധം അറിഞ്ഞതിനെ തുടർന്ന് പ്രവീണിന്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. ഇതോടെ ഗായത്രി ജോലിയിൽ നിന്നും പിരിഞ്ഞുപോയി. എന്നാൽ പിന്നീടും ബന്ധം തുടരുകയും ഇതറിഞ്ഞ പ്രവീണിന്റെ ഭാര്യ ഗായത്രിയുടെ ബന്ധുക്കളെ കാണുകയും ചെയ്തു. ഇവരുടെ ആവശ്യപ്രകാരം ജ്വല്ലറി അധികൃതർ പ്രവീണിനെ തമിഴ്നാട്ടിലെ ഷോറൂമിലേക്ക് സ്ഥലം മാറ്റി. പ്രവീൺ തമിഴ്നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പായാണ് ഇരുവരും ഹോട്ടൽ മുറിയിൽ വെച്ച് കണ്ടത്. പ്രവീൺ താലി കെട്ടുന്നതായുള്ള ദൃശ്യങ്ങൾ ഗായത്രി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിനെക്കുറിച്ചടക്കം സംസാരിക്കാനായിരുന്നു ഇരുവരും ഹോട്ടൽ മുറിയിൽ എത്തിയത്. മുറിയിൽ വെച്ച് ഇരുവരും തമ്മിൽ വഴക്കിടുകയും തുടർന്ന് ഗായത്രിയെ ഷാൾ ഉപയോഗിച്ച് കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷനായി. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി സിജു ഷെയ്ഖാണ് പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. കേസ് ഇത് പൂർണ്ണമായിട്ടും സാഹചര്യ തെളിവുകളെ മാത്രം അടിസ്ഥാനമാക്കി പ്രതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയൊരു കേസാണ്. ഒരു അടച്ചിട്ട മുറിക്കുള്ളിൽ നടന്ന സംഭവമായതുകൊണ്ട് തന്നെ ഈ കേസിന് ദൃക്സാക്ഷികളായിട്ട് ആരുമില്ലായിരുന്നു. അതുകൊണ്ട് പോലീസ് വളരെ കാര്യക്ഷമമായി കേസ് അന്വേഷിച്ച് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തക്ക തരത്തിലുള്ള തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കത്തക്ക അന്വേഷണമാണ് പോലീസ് നടത്തിയത്. ഇത് സയന്റിഫിക് തെളിവുകളെയും ഫോറൻസിക് തെളിവുകളെയും അടിസ്ഥാനപ്പെടുത്തി ഡോക്ടറുടെ മൊഴി ഇവ അടിസ്ഥാനപ്പെടുത്തിയാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഗായത്രിയുടെ അനുജത്തിയുടെയും അമ്മയുടെയും നിയമ പോരാട്ടത്തിന് കൂടിയാണ് ഫലപ്രാപ്തി ഉണ്ടായിരിക്കുന്നത്. പ്രതിക്ക് കടുത്ത ശിക്ഷ തന്നെ ലഭിക്കുമെന്നാണ് ഇരുവരുടെയും പ്രതീക്ഷ. ഞങ്ങൾക്ക് നീതി കിട്ടണം. പ്രോസിക്യൂഷൻ വളരെ നന്നായിട്ട് നമ്മുടെ കൂടെ നിന്നു. പിന്നെ പോലീസ് എല്ലാം ഇതുകൊണ്ട് പെട്ടെന്ന് കേസ് കംപ്ലീറ്റ് ചെയ്യാനും കോടതി കുറ്റക്കാരനാണെന്ന് അയാൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു. മാക്സിമം ശിക്ഷ തന്നെ കിട്ടുമെന്നുള്ളതാണ് വിശ്വാസം. ഹോട്ടൽ മുറിയിലെ പ്രവീണിന്റെ വിരലടയാളവും ഫോൺ സംഭാഷണവും അടക്കമുള്ള ശക്തമായ സാഹചര്യ തെളിവുകൾ
അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ ഷാജി, തമ്പാനൂർ SHO സനോജ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടറായ BS രാജേഷ്, അഡ്വക്കേറ്റ്മാരായ ബീന കുമാരി, AS എബിൻ തോമസ്, ലക്ഷ്മി MS എന്നിവർ കോടതിയിൽ ഹാജരായി. ന്യൂസ് 18 തിരുവനന്തപുരം. നമുക്ക് കോടികൾ സമ്മാനം ലഭിച്ചെന്ന് പറഞ്ഞ് ഫോണിലേക്ക് SMS വഴിയോ വാട്സാപ്പിലൂടെയോ ചില മെസ്സേജുകൾ വരുന്നത് ശ്രദ്ധിക്കാറില്ലേ? ഇത് സൈബർ തട്ടിപ്പിൻ്റെ മറ്റൊരു രീതിയാണ്. സാധാരണക്കാരായ ജനങ്ങൾ ഇത്തരം മെസ്സേജുകൾ കാണുമ്പോൾ വിശ്വസിക്കാറുണ്ട്. ഇങ്ങനെ കബളിപ്പിക്കപ്പെട്ട ഒരു വീട്ടമ്മയുടെ കഥ അറിയണം. പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശിനി പ്രേമയ്ക്ക് 15 കോടി രൂപയുടെ സമ്മാനം ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണ് സന്ദേശമെത്തിയത്. ഇത് കണ്ട് വിശ്വസിച്ച പ്രേമയോട് സമ്മാനത്തുക ലഭിക്കാൻ സർവീസ് ചാർജായി 11 ലക്ഷം രൂപ വേണമെന്നായി ആവശ്യം. ഇതോടെ വീട്ടമ്മ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ച് പണം നൽകി. താൻ കബളിപ്പിക്കപ്പെട്ടെന്ന് തിരിച്ചറിഞ്ഞതോടെ അവർ മാനസികമായി തളർന്നുപോയി കാണും. അതിനുശേഷം, അതായത് ഈ മാസം 13 മുതൽ പ്രേമയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അർദ്ധരാത്രി വീട് വിട്ടിറങ്ങിയ വീട്ടമ്മയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാണ്. കടമ്പഴിപ്പുറം സ്വദേശിനി പ്രേമയെ സെപ്റ്റംബർ 13 മുതലാണ് കാണാതായത്. 13-ന് അർദ്ധരാത്രിയോടെ വീട് വിട്ടിറങ്ങിയ പ്രേമ നടന്നു പോകുന്നത് പരിസരത്തെ CCTV ദൃശ്യങ്ങളിലുണ്ട്. പതിനാലിന് പുലർച്ചെ കടമ്പഴിപ്പുറത്ത് നിന്ന് ഗുരുവായൂർക്കുള്ള ബസിൽ ഇവർ കയറിയതായി സ്ഥലത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഉൾപ്പെടെ കണ്ടിരുന്നു. സാമൂഹിക മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട തട്ടിപ്പുകാരാണ് സമ്മാനം ലഭിച്ചതായി വിശ്വസിപ്പിച്ച് പ്രേമയിൽ നിന്ന് 11 ലക്ഷം രൂപ തട്ടിയെടുത്തത്. ഇത് സംബന്ധിച്ച് ശ്രീകൃഷ്ണപുരം പോലീസും സൈബർ പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 15 കോടി രൂപയുടെ സമ്മാനം ലഭിച്ചിട്ടുണ്ട് എന്നും സർവീസ് ചാർജായി 11 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകിയാലേ സമ്മാനത്തുക ലഭിക്കൂ എന്നും പറഞ്ഞ് സംഘം ഇവരെ വിശ്വസിപ്പിക്കുകയായിരുന്നു. വാഗ്ദാനം വിശ്വസിച്ച പ്രേമ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ച് തട്ടിപ്പുകാർ നൽകിയ 3 അക്കൗണ്ടുകളിലേക്ക് അയൽവാസിയുടെ സഹായത്തോടെ പണം നിക്ഷേപിച്ചു. സെപ്റ്റംബർ 2-നാണ് 11 ലക്ഷം നൽകിയത്. ഇതിനുശേഷം 10-ന് വിളിച്ച് 5 ലക്ഷം രൂപ കൂടി നൽകിയാലേ സമ്മാനത്തുക ലഭിക്കൂ എന്ന് അറിയിച്ചതോടെ സംശയം തോന്നുകയും തട്ടിപ്പാണെന്ന് തിരിച്ചറിയുകയുമായിരുന്നു. കൈവശമുള്ള രേഖകളുടെ പ്രാഥമിക പരിശോധനയിൽ കൊൽക്കത്തയിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പറിലേക്ക് ഉൾപ്പെടെയാണ് പണം അയച്ചിട്ടുള്ളത് എന്ന് വ്യക്തമായി. പണം തട്ടിയെടുത്തതിന് പിന്നിൽ വൻ മാഫിയയാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പണം നഷ്ടമായതിലുള്ള മനോവിഷമമാണ് പ്രേമ വീട് വിട്ടുപോയതിന് കാരണമെന്നാണ് സൂചന. ഗുരുവായൂർ അടക്കം വിവിധ സ്ഥലങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ന്യൂസ് 18 പാലക്കാട്. സമൂഹ മാധ്യമങ്ങളുടെ കെണിയിൽ വീഴുന്നവരിൽ കൂടുതലും സ്ത്രീകളും പെൺകുട്ടികളുമാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിനും പുറമെ പുതിയ ജനറേഷൻ ഇപ്പോൾ കൂടുതലായും ചിലവഴിക്കുന്നത് സ്നാപ്ചാറ്റിലാണ്. ഇതോടെ പെൺകുട്ടികളെ വലയിലാക്കാനും പ്രണയക്കുരുക്കിൽ വീഴ്ത്താനും ചില ബിരുദന്മാർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ആണുങ്ങളുടെ പഞ്ചാര വർത്തമാനങ്ങൾ കേൾക്കുന്നതോടെ പെൺകുട്ടികൾ എന്ത് നൽകാനും തയ്യാറാണ്. മലപ്പുറം വളാഞ്ചേരി സ്വദേശിനിയായ പെൺകുട്ടിയെ സ്നാപ്ചാറ്റിലൂടെ പരിചയപ്പെട്ട യുവാവ് പ്രണയം നടിച്ച് വൻ തട്ടിപ്പാണ് നടത്തിയത്. സ്കൂൾ വിദ്യാർത്ഥിനിയിൽ നിന്ന് 5.5 പവൻ സ്വർണം തട്ടിയെടുത്ത കേസിൽ 21-കാരനെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ചമ്മരവട്ടം സ്വദേശി മുഹമ്മദ് അജ്മലാണ് പിടിയിലായത്. സമാന കേസിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് പിന്നാലെയായിരുന്നു പുതിയ തട്ടിപ്പ്. വളാഞ്ചേരി സ്വദേശിനിയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട് പ്രണയം നടിച്ച് സ്വർണം കവർന്നുവെന്ന പരാതിയിലാണ് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചമ്രവട്ടം സ്വദേശി തൂമ്പിൽ മുഹമ്മദ് അജ്മൽ എന്ന 21-കാരനെയാണ് വളാഞ്ചേരി പോലീസ് പിടികൂടിയത്. സ്നാപ്ചാറ്റ് എന്ന സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയിൽ നിന്നാണ് പ്രണയം നടിച്ച് 5.5 പവൻ തൂക്കം വരുന്ന സ്വർണമാല തട്ടിയെടുത്തത്. പെൺകുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയിൽ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ്
അജ്മലിലേക്ക് പോലീസ് എത്തിയത്. കഴിഞ്ഞ വർഷവും അജ്മൽ സമാന കേസിൽ പിടിയിലായിരുന്നു. സ്നാപ്ചാറ്റ് വഴി പരിചയപ്പെട്ട പെൺകുട്ടിക്ക് അജ്മൽ പ്രണയ വാഗ്ദാനം നൽകി. തുടർന്ന് സമ്മാനമായി സ്വർണ്ണമാല വാങ്ങിച്ചു നൽകാമെന്നും അതിന് ഇപ്പോഴുള്ള മാലയുടെ മോഡൽ കാണണമെന്നും ആവശ്യപ്പെട്ടു. പെൺകുട്ടി മാലയുടെ ഫോട്ടോ അയച്ചു കൊടുത്തെങ്കിലും അതുപോരാ, നേരിൽ കാണണമെന്ന് അജ്മൽ ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് നേരിട്ട് വന്നപ്പോൾ ഉമ്മയുടെ 5.5 പവൻ തൂക്കം വരുന്ന മാലയെടുത്ത് അജ്മലിന് നൽകുകയായിരുന്നു. സ്വർണ്ണമാല കൈക്കലാക്കിയ അജ്മൽ അക്കൗണ്ട് തന്നെ ഡിലീറ്റാക്കി മുങ്ങി നടക്കുകയായിരുന്നു. അജ്മലിനു വേണ്ടി അന്വേഷണം വ്യാപിപ്പിച്ച പോലീസ് CCTV ക്യാമറകൾ പരിശോധിച്ചാണ് പ്രതിയെ പിടികൂടിയത്. അജ്മൽ കഴിഞ്ഞ വർഷവും സമാനമായ കേസിൽ പിടിയിലായിരുന്നു. അന്ന് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട കൽപ്പകഞ്ചേരി സ്വദേശിനിയാണ് തട്ടിപ്പിന് ഇരയായത്. ഈ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് ഇറങ്ങിയതിന് പിന്നാലെയാണ് പുതിയ തട്ടിപ്പ്. ന്യൂസ് 18 തിരൂർ. സൈബർ അധിക്ഷേപങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ കർശനമായ നിയമം ആവശ്യമാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെ സദാചാര പോലീസുകാർ സ്ത്രീകളെപ്പോലും വെറുതെ വിടാത്തൊരു സാഹചര്യമുണ്ട്. മറ്റുള്ളവരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നവർ സ്വന്തം ജീവിതത്തിൽ ഇത്തരം അനുഭവം ഉണ്ടാകുമ്പോഴാണ് ആ വേദന മനസ്സിലാക്കുന്നത്. അവിടെ സങ്കടപ്പെടുന്നത് ഇരകൾ മാത്രമാകില്ല, അവരുടെ കുടുംബവും മക്കളുമൊക്കെ നേരിടുന്ന മാനസിക പ്രയാസം നമ്മൾ തിരിച്ചറിയണം. കഴിഞ്ഞ ദിവസം സൈബർ അധിക്ഷേപത്തിനിരയായ CPM നേതാവ് KJ ഷൈനിൻ്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. ഒരു യൂട്യൂബ് ചാനലിനും കോൺഗ്രസ് അനുകൂല സൈബർ പോർട്ടലുകൾക്കുമെതിരെയാണ് നടപടി. കേസിൽ ആലുവ സൈബർ പോലീസ് ഷൈനിൻ്റെ മൊഴി രേഖപ്പെടുത്തി. സൈബർ ആക്രമണത്തിന് പിന്നിൽ കോൺഗ്രസ് പ്രവർത്തകരെന്നാണ് ഷൈനിൻ്റെ ആരോപണം. പരാതി നൽകി തൊട്ടടുത്ത ദിവസം തന്നെയാണ് പോലീസ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. എറണാകുളം റൂറൽ സൈബർ പോലീസിനാണ് അന്വേഷണത്തിന് ചുമതല. KJ ഷൈനിന്റെ പറവൂരിലെ വീട്ടിലെത്തി പോലീസ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തി. അതേസമയം ഇത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള സൈബർ ആക്രമണം ആണെന്ന നിലപാടിൽ തന്നെയാണ് KJ ഷൈൻ. തനിക്കെതിരായ വ്യാജ പ്രചാരണത്തിന്റെ കേന്ദ്രം പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസാണെന്നും അദ്ദേഹം അറിയാതെ ഒന്നും നടക്കില്ലെന്നും അവർ പറയുന്നു. ആരോപണം നേരിടുന്ന കോൺഗ്രസ് MLA സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അവർ പറഞ്ഞു. കോൺഗ്രസ് എന്നുള്ള ആ ഒരു ഒറ്റ ഇത് ഞാൻ കൊടുക്കുന്നില്ല. അതിനകത്തുള്ള ഏറ്റവും മ്ലേച്ഛമായ ജീർണിച്ച മാനസികാവസ്ഥയുള്ള കുറേ പേര് അതിൻ്റെ അകത്ത് കടന്നുകൂടിയിട്ടുണ്ട്, അധികാരത്തിനും പണത്തിനും വേണ്ടി. അങ്ങനെയുള്ള ആളുകൾക്ക് വേറെ മാർഗമൊന്നുമില്ല, ഇതിൽ പിടിച്ചു നിൽക്കുക, അതിനുവേണ്ടി ആ നല്ല രാഷ്ട്രീയത്തെ മോശപ്പെടുത്തുക. രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ്, ഏത് രാഷ്ട്രീയമാണെങ്കിലും. അതിനെ വേറെ രീതിയിൽ ഉപയോഗിക്കുന്നവരാണ് അതിനെ മലീമസമാക്കുന്നത്. അതേസമയം ഈ വാർത്തയുടെ ഉറവിടം CPM തന്നെ അന്വേഷിക്കട്ടെ എന്നും CPM-ൽ നിന്ന് തന്നെയാണ് ഇത് പുറപ്പെട്ടതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി കോൺഗ്രസും CPM-ഉം തമ്മിൽ സൈബർ ഇടങ്ങളിൽ പോർവിളികൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഇത് അവർ ഏറ്റെടുത്ത് കാണും. പക്ഷെ അത് തന്റെ തലയിൽ കെട്ടിവെക്കേണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞാൻ കോൺഗ്രസ്സുകാരും കൊടുക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, കൊടുക്കുന്നുണ്ടാവും. കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് നിലനിൽക്കുന്ന CPM കോൺഗ്രസ് സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ടാവും. അതിന് എൻ്റെ തലയിൽ വെക്കണ്ട. ആര് എൻ്റെ വീട്ടിലേക്ക് കാളയായിട്ട് പ്രകടനം, എൻ്റെ വീട്ടിലേക്ക് കോഴിയായിട്ട് പ്രകടനം, ഇത് ഞാനും ചെയ്തിട്ടാ? ഞാനാണ് കേസിലെ പ്രതി. ജില്ലാ സെക്രട്ടറിയെ ഒളിക്യാമറയിൽ കുടുക്കിയ പാർട്ടിയാണ് CPM എന്നും അന്ന് അത് ചെയ്തവർ ഇന്നും CPM നേതൃത്വത്തിലുണ്ടെന്നും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ചൂണ്ടിക്കാട്ടി. അവർക്ക് തന്നെയാണ് ഈ സംഭവത്തിന്റെ ഉത്തരവാദിത്വമെന്നും കോൺഗ്രസിന് ഇത് ചെയ്യേണ്ട കാര്യമില്ലെന്നും ഷിയാസ് പറഞ്ഞു. ഇന്ന് CPM-ന്റെ വനിതാ നേതാക്കന്മാർക്ക് പോലും അവരുടെ പൊതുജീവിതവും രാഷ്ട്രീയ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ അവർക്കെതിരായി ദുരാരോപണങ്ങൾ CPM തന്നെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എവിടെ നിന്നാണ് ഈ ആരോപണമുണ്ടായത്, ആരാണ് ആദ്യം ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത്, എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് CPM ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ? കേസിന്റെ തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ടു പോകുമ്പോൾ സൈബർ ആക്രമണത്തിൽ രാഷ്ട്രീയ പോരാട്ടം ഒന്നുകൂടി കനക്കുകയാണ്. അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ കോൺഗ്രസുകാർ ഏറ്റെടുക്കരുതെന്ന് നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. CPM മറ്റുള്ളവർക്കെതിരെ നടത്തുന്ന വ്യക്തിഹത്യകൾ അവരും കൂടി ഓർക്കണമെന്നും കോൺഗ്രസും ഓർമ്മിപ്പിക്കുന്നു.
ന്യൂസ് 18 കൊച്ചി. ലൈംഗിക ആരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ എന്ത് തെളിവാണ് ഇതുവരെയും അന്വേഷണ സംഘത്തിന് ലഭിച്ചത്? അയാൾക്കെതിരെ കേസെടുത്തെങ്കിലും മറ്റ് നടപടികളിലേക്ക് കടക്കാൻ ക്രൈംബ്രാഞ്ചിന് എന്തുകൊണ്ടാണ് കഴിയാത്തത്? ഗർഭചിത്ര ആരോപണത്തിൽ പരമാവധി തെളിവുകൾ കണ്ടെത്താൻ ഊർജിതമായ നീക്കം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇരയായ യുവതിയോട് നേരിൽ സംസാരിച്ച മാധ്യമപ്രവർത്തകയുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. രാഹുലിനെതിരെ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വെളിപ്പെടുത്തലുകളിൽ ഉറച്ചു നിൽക്കുന്നതായി ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. ഇരയായ യുവതിയുടെ പക്കൽ നിന്ന് ലഭിച്ച ചില നിർണായക തെളിവുകളും അന്വേഷണ സംഘത്തിന് കൈമാറിയെന്നാണ് സൂചന. ക്രൈംബ്രാഞ്ച് മേധാവി ADGP H. വെങ്കടേഷിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വനിതാ DIG ഇരയായ തിരുവനന്തപുരം സ്വദേശിനിയോട് ഫോണിൽ ബന്ധപ്പെട്ടതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ഗർഭചിത്ര ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം നടപടികൾ വേഗത്തിലാക്കിയത്. 26-കാരിയായ ഇരയായ യുവതിയുമായി ആഴ്ചകൾക്ക് മുമ്പ് നേരിൽ സംസാരിക്കുകയും തുടർന്ന് സമൂഹ മാധ്യമത്തിലൂടെ അവരുടെ ദുരനുഭവം പുറം ലോകത്തോട് പങ്കുവെക്കുകയും ചെയ്ത വനിതാ മാധ്യമ പ്രവർത്തകയെ കൊച്ചിയിൽ നേരിൽ കണ്ടാണ് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം വിശദമായ മൊഴി രേഖപ്പെടുത്തിയത്. രാഹുലിനെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി മൊഴി നൽകിയ മാധ്യമ പ്രവർത്തക നിർണായക തെളിവുകളും ക്രൈംബ്രാഞ്ചിന് കൈമാറിയതായാണ് വിവരം. പുറത്തുവന്ന വിവാദ ശബ്ദരേഖകളുടെ പൂർണ്ണരൂപം ഉൾപ്പെടെയുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഇവർ നൽകിയിട്ടുണ്ട്. ഗർഭചിത്രം നടത്തിയ യുവതിയുടെ വെളിപ്പെടുത്തലുകളും ശബ്ദരേഖയിൽ ഉള്ളതായാണ് സൂചന. സംഭവം പുറംലോകം അറിഞ്ഞാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് രാഹുൽ ഭീഷണിപ്പെടുത്തിയിരുന്നതായും അന്വേഷണ സംഘത്തിന് കൈമാറിയ ശബ്ദരേഖയിൽ ഇരയായ യുവതി വെളിപ്പെടുത്തുന്നുണ്ട്. മാനസികാരോഗ്യം വീണ്ടെടുത്ത ശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോട് യുവതി സഹകരിച്ചാൽ കൈവശമുള്ള കൂടുതൽ തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാമെന്നും മാധ്യമപ്രവർത്തക വ്യക്തമാക്കിയതായാണ് സൂചന. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ലഹരി മാഫിയയും ക്രിമിനൽ സംഘങ്ങളും നാട്ടിൽ അഴിഞ്ഞാടുമ്പോൾ രാത്രി സമയങ്ങളിൽ പോലീസുകാർ ജീവൻ പണയം വെച്ചാണ് ജോലി ചെയ്യുന്നത്. കാരണം ഇക്കാലത്ത് പോലീസുകാരെ ആക്രമിക്കാൻ പോലും ഇവർ മടി കാണിക്കില്ല. കാസർഗോഡ് രാത്രികാല പട്രോളിങ്ങിനിടെ ദുരൂഹ സാഹചര്യത്തിലെത്തിയ കാർ ജീപ്പിൽ ഇടിപ്പിച്ച് പോലീസുകാരെ കൊലപ്പെടുത്താൻ ശ്രമമുണ്ടായി. 3 തവണ ഇടിച്ചതോടെ ജീപ്പ് കുഴിയിലേക്ക് പതിച്ചു. അപകടത്തിൽ ഒരു പോലീസുകാരന് പരിക്കേറ്റിട്ടുണ്ട്. അക്രമത്തിന് ഉപയോഗിച്ച കാർ കണ്ടെത്താനായിട്ടില്ല. കാറിലുണ്ടായിരുന്ന യുവതിയെയും യുവാവിനെയും കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാണ്. രാത്രി പെട്രോളിംഗ് നടത്തുകയായിരുന്ന ബേഡകം പോലീസ് സ്റ്റേഷനിലെ SIയും സംഘവും സഞ്ചരിച്ചിരുന്ന ജീപ്പിന് നേരെയായിരുന്നു ആക്രമണം. ആൾട്ടോ കാർ 3 തവണ പോലീസ് വാഹനത്തിലിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ പോലീസ് വാഹനം കാട്ടിലേക്ക് തെറിച്ചു വീണതോടെ കാറുമായി ആക്രമികൾ രക്ഷപ്പെട്ടു. സംഭവത്തിൽ പോലീസ് ജീപ്പ് ഡ്രൈവർ രാകേഷിന്റെ കൈമുട്ടിന് പരിക്കേറ്റു. ആക്രമണത്തിന് ഉപയോഗിച്ച കാർ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങി. വ്യാഴാഴ്ച രാത്രി 11 മണിയോടെ പള്ളത്തുങ്കാലിൽ വെച്ചായിരുന്നു സംഭവം. വാഹന പരിശോധനയ്ക്കിടെ കൈ കാണിച്ചുവെങ്കിലും കാർ നിർത്തിയില്ല. സംശയം തോന്നി പോലീസ് വാഹനം കാറിനെ പിന്തുടർന്നു. കുറ്റിക്കോലിലെത്തിയപ്പോൾ പോലീസ് വാഹനം കാറിനെ മറികടന്നു. പിടികൂടാനുള്ള ശ്രമത്തിനിടയിൽ കാർ പോലീസ് വാഹനത്തിൽ ഇടിച്ച ശേഷം ബന്തെടുക്ക ഭാഗത്തേക്ക് അമിത വേഗതയിൽ ഓടിച്ചുപോയി. കാറിനെ പിന്തുടർന്ന പോലീസ് ജീപ്പിനെ ബന്തെടുക്കയിൽ വെച്ചും കാറിടിച്ചു. പള്ളത്തുങ്കാലിലെത്തിയപ്പോൾ മറികടക്കാൻ ശ്രമിച്ച പോലീസ് വാഹനത്തിൽ വീണ്ടും കാറിടിച്ചതോടെ പോലീസ് വാഹനം നിയന്ത്രണം വിട്ട് റോഡരികിലെ കുഴിയിലേക്ക് പതിക്കുകയായിരുന്നു. കാർ ഓടിച്ചിരുന്ന ആളെ കൂടാതെ ഒരു യുവതിയും കാറിനകത്തുണ്ടായിരുന്നു. കാറിന്റെ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുകയാണ്. ലഹരിക്കടത്തടക്കമുള്ള കാര്യങ്ങൾ പോലീസ് സംശയിക്കുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. പാലെടുത്തവൻ വാളാൽ എന്ന് കേട്ടിട്ടില്ലേ? അതാണ് കോഴിക്കോട് അമ്പായത്തോട് സ്വദേശി മുഹമ്മദ് ജിനീഷിന് സംഭവിച്ചത്. താമരശ്ശേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ലഹരി വിൽപ്പനക്കാരനാണ് ജിനീഷ്. കത്തിയും ആയുധവുമൊക്കെ
കൈവശം കരുതിയാണ് അയാളുടെ യാത്ര. എന്നാൽ കഴിഞ്ഞ രാത്രി ലഹരി സംഘങ്ങളുമായുള്ള പ്രശ്നങ്ങൾക്കിടെ യുവാവിന് കുത്തേറ്റു. അക്രമികൾ ഇയാളുടെ കാറും തകർത്തു. കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് ജിനീഷിന് കുത്തേറ്റതെന്നാണ് പോലീസ് പറയുന്നത്. പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാണ്. താമരശ്ശേരി താഴെപ്പരപ്പൻ പൊയിലിലായിരുന്നു സംഭവം. കാറിലെത്തിയ സംഘമാണ് മുഹമ്മദ് ജിനീഷിനെ കുത്തിയത്. കുത്തേറ്റ മുഹമ്മദ് ജിനീഷ് ലഹരിമരുന്ന് വിതരണ സംഘവുമായി ബന്ധമുള്ളയാളും തട്ടിക്കൊണ്ടുപോകൽ, സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയുമാണ്. കോഴിക്കോട് ഭാഗത്തു നിന്നും കാറിലെത്തിയ സംഘമാണ് ഇയാളെ കുത്തിയത്. ജിനീഷിനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ജിനീഷിന്റെ വൻകുടലിനും ചെറുകുടലിനും ഗുരുതരമായി പരുക്കേറ്റിട്ടുണ്ട്. ജിനീഷിന്റെ അരയിൽ കരുതിയിരുന്ന കത്തി സംഘർഷമുണ്ടായ സ്ഥലത്തു നിന്നും പോലീസ് കണ്ടെടുത്തു. എന്നാൽ അക്രമികൾ കുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെത്തിയിട്ടില്ല. കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന ജിനീഷ് 60,000-ഓളം രൂപ പ്രതികൾക്ക് നൽകാനുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് അക്രമത്തിന് പിന്നിലെന്ന് പോലീസ് അറിയിച്ചു. പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവർക്കായി തെരച്ചിൽ ഊർജിതമാക്കിയതായും പോലീസ് പറഞ്ഞു. കോഴിക്കോട്. പൊതുനിരത്തിലൂടെ വാഹനം ഓടിക്കുന്നവർ ഗതാഗത നിയമങ്ങൾ പാലിക്കുന്നതിനൊപ്പം പൊതുവായി പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ ലൈറ്റ് ഡിം അടിച്ചില്ലെങ്കിൽ എതിർവശത്തുള്ളവർക്കുണ്ടാകുന്ന പ്രയാസം പലരും മനസ്സിലാക്കാറില്ല. കൊച്ചി കളമശ്ശേരിയിൽ കഴിഞ്ഞ രാത്രി സ്വകാര്യ ബസ് ഡ്രൈവർ കാട്ടിക്കുട്ടിയ പരാക്രമം എത്രയോ മനുഷ്യരെയാണ് ബുദ്ധിമുട്ടിച്ചത്. ലൈറ്റ് ഡീം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ യുവാവിനെ ഇരുമ്പ് ലിവർ കൊണ്ട് മർദ്ദിച്ച ഡ്രൈവർ നാട്ടുകാർക്ക് നേരെയും വെല്ലുവിളി മുഴക്കി. ബംഗളൂരുവിലേക്ക് സർവീസ് നടത്തുന്ന സൂര്യ കണക്ട് എന്ന ബസ്സിലെ ഡ്രൈവർ അനുഹർഷിനെ പോലീസ് എത്തിയാണ് കീഴ്പ്പെടുത്തിയത്. 3 മണിക്കൂറോളം നീണ്ട നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്ഥലത്ത് വലിയ ഗതാഗത കുരുക്കുമുണ്ടായി. എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന സൂര്യ എന്ന ബസിന്റെ ഡ്രൈവർ അനുഹർഷാണ് തൃശൂർ വെള്ളിക്കുളങ്ങര സ്വദേശി ജിജോ ജോർജിനെ ആക്രമിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി കളമശ്ശേരി അപ്പോളോ ജംഗ്ഷനിൽ വെച്ചായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. ബസ് കാത്തു നിൽക്കുകയായിരുന്ന ജിജോ കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റിട്ട് വന്ന ബസ് ഡ്രൈവറോട് ഡിം ചെയ്യാൻ ആവശ്യപ്പെട്ടതാണ് സംഘർഷത്തിനിടയാക്കിയത്. അതിനിടെ ഇരുമ്പ് ലിവർ കൊണ്ട് ബസ് ഡ്രൈവർ യുവാവിന്റെ തലയടിച്ചു പൊട്ടിച്ചു. ഡ്രൈവർ സീറ്റിൽ നിന്ന് ലിവറുമായി ഇറങ്ങി ജിജോയെ ആക്രമിക്കുന്നത് കണ്ട് സംഭവസ്ഥലത്തുണ്ടായിരുന്ന ലോറി ഡ്രൈവർമാർ ഓടിയെത്തി. ഇതോടെ ഇവർക്ക് നേരെയും ബസ് ഡ്രൈവർ ആക്രമണം അഴിച്ചുവിട്ടു. ഇതേ തുടർന്ന് നാട്ടുകാർ സംഘടിക്കുന്നത് കണ്ട് ബസ് ഡ്രൈവർ ബസ്സിൽ കയറി ഡോർ അടച്ചു. നാട്ടുകാർ ഡോർ തുറക്കാൻ ആവശ്യപ്പെട്ടിട്ടും ഇയാൾ വഴങ്ങിയില്ല. അതിനിടെ ബസ് ഡ്രൈവർക്കെതിരെ നാട്ടുകാരുടെ വൻ പ്രതിഷേധമുണ്ടായി. തുടർന്ന് നാട്ടുകാർ വാഹനം വളയുകയും ടയറുകൾ കുത്തിക്കീറുകയും ചെയ്തു. പിന്നാലെ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ഡ്രൈവർ വഴങ്ങിയില്ല. അപ്പോഴേക്കും നാട്ടുകാർ പോലീസ് ജീപ്പും ആക്രമിച്ചു. പോലീസ് ഇടപെട്ടിട്ടും മയപ്പെടാതിരുന്ന നാട്ടുകാർ ബസ് ഡ്രൈവറെ പോലീസ് സംരക്ഷിക്കുന്നുവെന്നാരോപിച്ചും പ്രതിഷേധിച്ചു. 3 മണിക്കൂറിലേറെ ബസ് വളഞ്ഞിട്ട നാട്ടുകാർക്കിടയിൽ നിന്ന് അർദ്ധരാത്രിയോടെ നാടകീയമായാണ് ഡ്രൈവറെ പോലീസ് പിടികൂടിയത്. കൊച്ചി. പാലക്കാട് മാങ്കുറിശ്ശിയിൽ വയോധികയെയും ഭർത്തൃ സഹോദരനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. വയോധികയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഭർത്തൃ സഹോദരൻ തൂങ്ങി മരിച്ചെന്ന നിഗമനത്തിലാണ് മങ്കര പോലീസ്. കഴിഞ്ഞ ദിവസമാണ് മാങ്കുറിശ്ശി സ്വദേശിനി പങ്കജം ഇവർക്കൊപ്പം താമസിച്ചിരുന്ന രാജൻ എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുവരും രോഗബാധിതരായതിനാൽ ആത്മഹത്യ ചെയ്താകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ായ രാജനെ വീടിന്റെ മുകൾ നിലയിൽ തൂങ്ങി മരിച്ച നിലയിലും 83 വയസ്സുള്ള പങ്കജത്തെ കിടപ്പുമുറിയിൽ നിലത്ത് മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ഇരുവരും രോഗബാധിതരായിരുന്നു. അതിനാൽ ഒരുമിച്ച് ആത്മഹത്യ ചെയ്തത് എന്നാണ് ആദ്യ വിലയിരുത്തൽ. എന്നാൽ പങ്കജത്തെ കിടപ്പുമുറിയിൽ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം രാജൻ തൂങ്ങി മരിച്ചതാകാമെന്ന് മങ്കര പോലീസ് വ്യക്തമാക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ കൂടുതൽ വ്യക്തത കൈവരിക്കുകയുള്ളൂവെന്നും CI A പ്രതാപൻ പറഞ്ഞു.
പങ്കജത്തിന്റെ കിടപ്പുമുറിയിൽ നിന്ന് പോലീസിന് ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചിരുന്നു. കുറിപ്പിൽ ഇരുവരും ഒപ്പിട്ടിട്ടുണ്ട് എങ്കിലും പങ്കജത്തിന്റേത് യഥാർത്ഥ ഒപ്പ് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ കൂടുതൽ പരിശോധന ആവശ്യമാണ്. മധ്യപ്രദേശിലെ ഭിലായിയിൽ ജോലി ചെയ്തിരുന്ന ഇവർ വിരമിച്ച ശേഷം വർഷങ്ങളായി മാങ്കുറിശ്ശിയിൽ ഒന്നിച്ചു താമസിക്കുകയായിരുന്നു. പങ്കജത്തിന്റെ മരുമകളും കൂടെ താമസിക്കുന്നുണ്ട്. ദുബായിൽ ജോലി ചെയ്യുന്ന മകൻ രാജേഷും കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയിരുന്നു. ഇദ്ദേഹം കുടുംബസമേതം തമിഴ്നാട്ടിലേക്ക് വിനോദയാത്ര പോയപ്പോഴാണ് ഇരുവരുടെയും മരണം. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത മൃതദേഹങ്ങൾ സംസ്കരിച്ചു. ന്യൂസ് 18 പാലക്കാട്. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക വെളിപ്പെടുത്തലിൽ വാദിയെ പ്രതിയാക്കിയ പോലീസ്. ആരോപണ വിധേയർ വരച്ച വഴിയിലൂടെ നടത്തിയ അന്വേഷണം. അതോടെ കേസ് അട്ടിമറിക്കപ്പെടുമെന്ന് വരെയും ആശങ്ക. ഇനി കോടതിയിലാണ് ഇരകളുടെ കുടുംബത്തിൻ്റെയും ആക്ഷൻ കൗൺസിലിൻ്റെയും പ്രതീക്ഷ. കേസിൽ മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയുടെ മൊഴി രേഖപ്പെടുത്താത്തത് അസ്വാഭാവിക നടപടിയെന്ന് കർണാടക ഹൈക്കോടതി വ്യക്തമാക്കി. ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ ഉയർന്നു വന്ന ഗൂഢാലോചന ആരോപണത്തിൽ ഇതുവരെ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്ന് SIT കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെ ബംഗളഗുഡയിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ അസ്ഥി കഷ്ണങ്ങൾ സംബന്ധിച്ചും ദുരൂഹതയേറുകയാണ്. ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ ഗൂഢാലോചന നടന്നതിന്റെ തെളിവുകൾ കണ്ടെത്താനായിട്ടില്ലെന്നാണ് SIT കർണാടക ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചത്. ഗൂഢാലോചന വശം മാത്രമാണ് അന്വേഷിച്ചത്. കേസിൽ സാക്ഷികളായ പുരന്ദര ഗൌഡയും തുക്കാറാം ഗൌഡയും സമർപ്പിച്ച റിട്ട് ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് നാഗപ്രസന്ന ഗൂഢാലോചനയിൽ വ്യക്തത തേടിയത്. ഹർജിക്കാരെ സാക്ഷികളായി പരിഗണിക്കാനും ചൂണ്ടിക്കാട്ടുന്ന പുതിയ ഇടങ്ങളിൽ പരിശോധന നടത്താനും കോടതി SITക്ക് നിർദ്ദേശം നൽകി. കേസിൽ പ്രതിയായ മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയുടെ മൊഴി ബെൽത്തങ്ങാടി മജിസ്ട്രേറ്റ് മുൻപാകെ രേഖപ്പെടുത്താത്തതിൽ ജസ്റ്റിസ് നാഗപ്രസന്ന ആശ്ചര്യം പ്രകടിപ്പിച്ചു. മൊഴി രേഖപ്പെടുത്താത്തത് അസ്വാഭാവിക നടപടിയാണെന്നും ജഡ്ജി അഭിപ്രായപ്പെട്ടു. അനധികൃതമായി മൃതദേഹങ്ങൾ സംസ്കരിച്ചതിനെക്കുറിച്ച് കൈവശമുള്ള വിവരങ്ങൾ സെപ്റ്റംബർ 26 നടക്കുന്ന അടുത്ത വാദത്തിൽ സമർപ്പിക്കാനും ഹർജിക്കാരോട് കോടതി നിർദ്ദേശിച്ചു. ഗൂഢാലോചന ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുടെ വിശദമായ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. ഇതിനിടയിൽ ബംഗളഗുഡയിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ സംബന്ധിച്ചും ദുരൂഹതയേറുകയാണ്. തദ്ദേശീയർ ഉൾപ്പെടെ പുറത്തുനിന്നും ആളുകൾ എളുപ്പം എത്തിച്ചേരാൻ കഴിയാത്ത ബംഗളഗുഡയിൽ ഇത്രയും കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ എങ്ങനെ കാണപ്പെട്ടുവെന്നതാണ് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്ന ചോദ്യം. പ്രദേശത്തു നിന്നും നേരത്തെ ഒരു കയർ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇത് ആത്മഹത്യക്ക് ഉപയോഗിച്ചതായിരിക്കില്ലെന്ന നിഗമനത്തിലാണ് SIT. മറിച്ച് കയർ ഉപയോഗിച്ച് കൊലപാതകം നടത്തിയതാണോ എന്നും അന്വേഷിക്കുന്നുണ്ട്. പ്രദേശം ആത്മഹത്യാ കേന്ദ്രമാണെന്ന് തെളിയിക്കുന്ന തെളിവുകളൊന്നും SITക്ക് ലഭിച്ചിട്ടില്ല. ബുധനാഴ്ച മുതൽ കാടുപിടിച്ച കുന്നിൻ മുകളിൽ അസ്ഥികൂട അവശിഷ്ടങ്ങൾക്കായി SITയുടെ തിരച്ചിൽ തുടരുകയാണ്. നിരവധി തലയോട്ടികളും അസ്ഥികൂടുകളുമാണ് ഇവിടെ നിന്നും കണ്ടെടുത്തത്. കൃത്യമായി എണ്ണം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. പ്രദേശത്തു നിന്നും ഒരു തിരിച്ചറിയൽ കാർഡ് കണ്ടെടുത്തിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും തലയോട്ടികളുമായി ഇതിനെ ബന്ധിപ്പിക്കുന്ന തെളിവുകൾ SITക്ക് ലഭിച്ചിട്ടില്ല. ന്യൂസ് 18 ധർമ്മസ്ഥല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ ആരോഗ്യവകുപ്പ് അതിജീവിതയ്ക്കൊപ്പമാണോ അതോ പ്രതികൾക്കൊപ്പമാണോ? 2 വർഷത്തിലധികമായി യുവതി നീതിക്ക് വേണ്ടി പോരാട്ടം നടത്തുകയാണ്. എന്നാൽ പ്രതികൾക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ സാഹചര്യമൊരുങ്ങി. ട്രൈബ്യൂണലിന് മുന്നിൽ പ്രതികൾക്ക് അനുകൂല റിപ്പോർട്ട് നൽകി സർക്കാരാണ് സഹായം നൽകിയത്. അതിജീവിതയെ സഹായിച്ചതിൻ്റെ പേരിൽ നേഴ്സായ അനിതയെ സ്ഥലം മാറ്റിയിരുന്നു. ഇങ്ങനെ നീതി നിഷേധിക്കപ്പെട്ടതോടെ അതിജീവിത പുതിയ സമരമാർഗത്തിലേക്ക് കടക്കുകയാണ്. ആരോഗ്യമന്ത്രിയുടെ വീട്ടുപടിക്കലിൽ സമരം ചെയ്യാനാണ് യുവതിയുടെ തീരുമാനം. പ്രതിയെ പിന്തുണച്ച് അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ സ്ഥലം മാറ്റിയ ജീവനക്കാരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തിരിച്ചെടുത്തതിലാണ് പ്രതിഷേധം.
അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയതിന് കോട്ടയം, തൃശൂർ മെഡിക്കൽ കോളേജുകളിലേക്ക് സ്ഥലം മാറ്റിയ 5 ജീവനക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവുമായി കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തിരികെ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിൽ അതിജീവിത പ്രതിഷേധിച്ചിരുന്നു. ട്രൈബ്യൂണലിൽ സർക്കാർ നൽകിയ റിപ്പോർട്ട് പ്രതികൾക്ക് അനുകൂലമായതിനാലാണ് ജീവനക്കാർ തിരികെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലിയിൽ പ്രവേശിക്കാൻ കാരണമെന്ന് അതിജീവിത ആരോപിക്കുന്നു. ഞാൻ ഇന്നലെ മെഡിക്കൽ കോളേജിൽ പോയപ്പം പ്രിൻസിപ്പൾ പറഞ്ഞത് റിപ്പോർട്ട് തരാൻ കഴിയില്ല, അവിടെ വിവരാവകാശത്തിന്റെ നിയമപ്രകാരം അപേക്ഷ കൊടുത്താൽ റിപ്പോർട്ട് തരാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പ്രതികൾക്കൊപ്പം തന്നെയാണ് സർക്കാർ എന്നും നിൽക്കുന്നത്, ഇതുവരെ നിന്നതുപോലെ തന്നെ. അപ്പം ഇനി ഇവിടെ നിന്നൊക്കെ സമരം മാറ്റി വീണ ജോർജിൻ മന്ത്രിന്റെ വീട്ടിലേക്ക് സമരം ആക്കിയാലോ എന്നുണ്ട് ഞാൻ ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ ഞാൻ പിന്തിരിഞ്ഞു നിൽക്കില്ല. എന്തായാലും പ്രതികളുടെ കൂടെയല്ല, അതിജീവിതക്കൊപ്പമാണെന്നുള്ളത് ഞാൻ എന്തായാലും തെളിയിക്കും. 2023 മാർച്ച് 18-ന് തൈറോയ്ഡ് ശസ്ത്രക്രിയ കഴിഞ്ഞ് ICUവിൽ പാതിമയക്കത്തിൽ കഴിയവേ യുവതി അറ്റൻഡറായ MM ശശീന്ദ്രൻ പീഡിപ്പിച്ചെന്നാണ് കേസ്. ശശീന്ദ്രനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. കേസിലെ വിചാരണ നടപടികൾ കോഴിക്കോട് ജില്ലാ കോടതിയിൽ പുരോഗമിക്കുകയാണ്. ന്യൂസ് 18 കോഴിക്കോട്. മോഷണം തൊഴിലാക്കിയവർ നാട്ടുകാരുടെ ഉറക്കം കെടുത്തുകയാണ്. വീടുകളും ആരാധനാലയങ്ങളും മാത്രമല്ല, സ്കൂളുകളിലും കവർച്ച നടക്കുന്നത് പതിവായിരിക്കുന്നു. കൊല്ലം കുളത്തൂപ്പുഴയിൽ CMS UP സ്കൂളിലും പള്ളിയിലും മോഷണം നടന്നു. പള്ളിയുടെ വാതിൽ കുത്തി തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് ചാരിറ്റി ഫണ്ടും സ്കൂൾ ഫണ്ടും കവർന്നാണ് പരാതി. പ്രതികൾക്കായി CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് കുളത്തൂപ്പുഴ പോലീസ് അന്വേഷണം തുടങ്ങി. കുളത്തൂപ്പുഴ APNM CMS UP സ്കൂളിലും സമീപത്തുള്ള സെന്റ് മാർക്സ് CSI പള്ളിയിലുമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഷണം നടന്നത്. സ്കൂളിന്റെയും പള്ളിയുടെയും വാതിലുകൾ കുത്തി തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. രാവിലെ സ്കൂൾ വൃത്തിയാക്കാൻ വന്ന ജീവനക്കാരിയാണ് പൂട്ട് തകർത്ത നിലയിൽ ആദ്യം കണ്ടത്. തുടർന്ന് സ്കൂൾ ലോക്കൽ മാനേജരും ഇടവക വികാരിയുമായ ഫാദർ ടിബിൻ ജോസഫ് മാത്യുവിനെ വിവരം അറിയിച്ചു. വികാരി ഹെഡ്മാസ്റ്ററെയും പള്ളി കമ്മിറ്റി അംഗങ്ങളെയും അറിയിച്ചതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. നമ്മുടെ സമൂഹത്തിലെ വലിയൊരു ദോഷമാണിത്. വർദ്ധിച്ചു വന്നു നമ്മുടെ ദേശത്തിന് പ്രതിസന്ധികൾ ഉളവാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നിയമപരമായിട്ട് തന്നെ നേരിടാനാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഈ കുളത്തൂപ്പുഴ ചന്ദനക്കാവ് പച്ചയൽക്കട പ്രദേശത്തുള്ള ആളുകളുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമാകുന്ന തരത്തിലുള്ള കള്ളന്മാരുടെ ശല്യം അത് നമുക്ക് കണ്ടിട്ട് നടിക്കാനായിട്ട് പറ്റില്ല. അത് സ്കൂളും പള്ളിയും എല്ലാം ഇത് വളരെ ഒരു സാമൂഹ്യ തിന്മയായിട്ട് തന്നെ കാണുകയാണ്. പള്ളിയുടെ വശത്തുള്ള വാതിൽ കുത്തി തുറന്ന് അകത്ത് കടന്ന മോഷ്ടാവ് ചാരിറ്റി ഫണ്ടും സ്കൂൾ ഫണ്ടും സൂക്ഷിച്ചിരുന്ന ഭണ്ഡാരങ്ങൾ തകർത്ത് പണം കവർന്നു. സ്കൂളിലെ ഹെഡ്മാസ്റ്ററുടെ മുറി, സ്റ്റാഫ് റൂം, സ്റ്റോർ റൂം എന്നിവയുടെ പൂട്ടുകളും തകർത്ത് സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ്. പൂട്ടുപൊളിക്കാൻ ഉപയോഗിച്ച കമ്പിയും മൺവെട്ടിയും സംഭവസ്ഥലത്തു നിന്ന് കണ്ടെടുത്തു. സ്ഥലത്തെക്കുറിച്ച് കൃത്യമായി അറിയാവുന്നവരാണ് മോഷണത്തിന് പിന്നിലെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് മോഷ്ടാക്കളെ ഉടൻ പിടികൂടുമെന്ന് കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷൻ SHO B അനീഷ് അറിയിച്ചു. ന്യൂസ് 18 പുനലൂർ. ആലപ്പുഴയിൽ വായ്പയ്ക്കായി KSFEയിൽ ഈട് നൽകിയ ആധാരങ്ങൾ ഉപയോഗിച്ച് ജീവനക്കാരൻ നടത്തിയ സാമ്പത്തിക തട്ടിപ്പാണ് പോലീസ് പട്രോൾ ഇനി പരിശോധിക്കുന്നത്. KSFE ആലപ്പുഴ അസിസ്റ്റന്റ് ജനറൽ ഓഫീസിലെ സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റ് രാജീവ് 30 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ സംഭവം ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നത്. കേസിൽ പ്രതി രാജീവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പരാതിയെ തുടർന്ന് രാജീവിനെ KSFE നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. KSFE വിജിലൻസ് വിഭാഗവും അന്വേഷണം നടത്തുന്നു. വായ്പയ്ക്ക് നൽകിയ രേഖകൾ സ്വന്തം ചിട്ടിക്ക് ഈടായി നൽകിയാണ് രാജീവ് തട്ടിപ്പ് നടത്തിയത്. പഞ്ചായത്ത് ജീവനക്കാരിയായ ഭാര്യ, അമ്മ എന്നിവരുടെ പേരുകളിലുള്ള ചിട്ടികൾക്ക് ഈടായി മറ്റുള്ളവർ നൽകിയ ആധാരങ്ങൾ ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തി. KSFE ആലപ്പുഴ ഈവനിംഗ് ബ്രാഞ്ചിൽ വായ്പയ്ക്കായി ഈട് നൽകിയ ആധാരം കലവൂർ ബ്രാഞ്ചിൽ രാജീവിന്റെ ഭാര്യയുടെ പേരിലുള്ള ചിട്ടിക്കായി നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട്.
സുമ എന്ന സ്ത്രീയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മണ്ണഞ്ചേരി പോലീസാണ് രാജീവിനെ പിടികൂടിയത്. വായ്പ തിരിച്ചടച്ചു കഴിഞ്ഞാണ് ഞങ്ങൾ ആധാരം ചോദിക്കുമ്പോഴത്തേക്കുമാണ് പറയുന്നത് ഒരെണ്ണവേ ഉള്ളൂ, ഒരെണ്ണം ഇല്ലെന്ന് പറയുന്നു. അത് ആരുടെയാണ്? നിങ്ങളുടെ ലോണിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഏത് ആധാരം മാത്രമാണ്? ഞങ്ങളുടെ ലോണിന് ഭർത്താവിന്റെ ആധാരമാണ് ലോണിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് വഴിക്കെന്ന് പറഞ്ഞ കുറവ് ഭൂമിയുള്ള ആധാരമാണ്, കൊടുത്ത ആധാരമാണ് ഞങ്ങളുടെ ആവശ്യത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. സുമയെ കൂടാതെ വീട് നിർമ്മാണത്തിനായി 8 ലക്ഷം രൂപ വായ്പ നൽകാമെന്ന് പറഞ്ഞാണ് രാജീവ്, ബന്ധുവും ആപ്പൂർ സ്വദേശിയുമായ രവീന്ദ്രൻ, ഭാര്യ മണിക്കുട്ടി എന്നിവർ താമസിക്കുന്ന 10 സെന്റ് പുരയിടത്തിന്റെ ആധാരം ഈടായി വാങ്ങി തട്ടിപ്പ് നടത്തിയത്. വായ്പാ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം 8 ലക്ഷം രൂപ KSFയിൽ നിന്നും രവീന്ദ്രന്റെ പേരുള്ള അക്കൗണ്ടിലേക്ക് വരികയും ചെയ്തു. മാസത്തിരിച്ചടവിനുള്ള 12,000 രൂപ തന്റെ കൈവശം തന്നാൽ മതിയെന്ന് രാജീവ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പല തവണകളിലായി 8 ലക്ഷം രൂപയും ഇവർ തിരിച്ചടച്ചു. പിന്നീട് ചായക്കട തൊഴിലാളിയായ രവീന്ദ്രന്റെ വീട് ജപ്തി ചെയ്യാനായി KSFE ജീവനക്കാർ എത്തിയപ്പോഴാണ് തട്ടിപ്പിന്റെ വിവരം രവീന്ദ്രൻ അറിയുന്നത്. അറസ്റ്റിലായ മണ്ണഞ്ചേരി പോലീസിനെ കൂടാതെ ആലപ്പുഴ സൗത്ത് പോലീസും രാജീവിനെതിരെ കേസെടുത്തിരുന്നു. പരാതിയെ തുടർന്ന് രാജീവിനെ KSFE സസ്പെൻഡ് ചെയ്തു. KSFE വിജിലൻസ് വിഭാഗവും സംഭവത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. കൊള്ളപ്പലിശയും അനധികൃത പണമിടപാടും തടയാൻ പോലീസ് സംസ്ഥാനത്തൊട്ടാകെ നടത്തിവരുന്ന ഓപ്പറേഷൻ ഷൈലോക്ക് തുടരുകയാണ്. കൊല്ലം കരമാലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇമ്മാനുവൽ ഫിനാൻസിലും അഞ്ചൽ ദേവികൃഷ്ണ ഫിനാൻസിലും മിന്നൽ റെയ്ഡ് നടന്നു. ഇമ്മാനുവൽ ഫിനാൻസിൽ രേഖകളില്ലാതെ സൂക്ഷിച്ചിരുന്ന പണവും ക്രമക്കേടുകളുടെ രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപന ഉടമയ്ക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. വരും ദിവസങ്ങളിലും പരിശോധന തുടരാനാണ് പോലീസിന്റെ തീരുമാനം. കരവാളൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇമ്മാനുവൽ ഫിനാൻസിലും അഞ്ചൽ കുരുവിക്കോണം ദേവികൃഷ്ണ ഫിനാൻസിലുമാണ് മിന്നൽ പരിശോധന നടന്നത്. ഇമ്മാനുവൽ ഫിനാൻസിൽ നടത്തിയ പരിശോധനയിൽ മതിയായ രേഖകളില്ലാതെ സൂക്ഷിച്ചിരുന്ന 25,35,870 രൂപ പിടിച്ചെടുത്തു. അനധികൃതമായി സൂക്ഷിച്ചിരുന്ന രേഖകളും മുദ്രപത്രങ്ങളും ചെക്ക് ലീഫുകളും റവന്യൂ സ്റ്റാമ്പ് പതിപ്പിച്ച വെള്ളക്കടലാസുകളും മറ്റും കണ്ടെടുത്തതായും പുനലൂർ പോലീസ് HSO രാജേഷ് കുമാർ പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപന ഉടമയ്ക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിടിച്ചെടുത്ത പണവും മറ്റു രേഖകളും കോടതിയിൽ ഹാജരാക്കും. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മിന്നൽ പരിശോധന നടത്തിയത്. പലിശക്കാരുടെ വലയിൽ വീണവരെ അടവ് തെറ്റിയാൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നതായി നേരത്തെ പരാതി ഉയർന്നിരുന്നു. ഇത്തരത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂവെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 പുനലൂർ. ലഹരി സംഘങ്ങൾക്കായി പോലീസും എക്സൈസും വല വിരിച്ചിരിക്കുകയാണ്. രാത്രിയും പകലും വാഹന പരിശോധന ശക്തം. തിരുവനന്തപുരത്തും പാലക്കാടും ബൈക്കിലെത്തിയ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളാണ് പിടിയിലായത്. തിരുവനന്തപുരം കോവളത്ത് MDMAയുമായി 2 പേരെയും പാലക്കാട് ഒരു യുവാവിനെയും അറസ്റ്റ് ചെയ്തു. ബംഗളൂരുവിൽ നിന്നും ബൈക്ക് മാർഗമെത്തിയ ആറ്റുകാൽ സ്വദേശികളായ ശരത്, മിഥുൻ എന്നിവരാണ് പിടിയിലായത്. പാലക്കാട് നടത്തിയ പരിശോധനയിൽ കോട്ടയം സ്വദേശി മനുവിൽ നിന്നും 150 ഗ്രാം MDMA കണ്ടെടുത്തു. പോലീസിനെ കണ്ട് നിർത്താതെ പോയ യുവാവിന്റെ ബൈക്കിലെ പെട്രോൾ തീർന്നതാണ് പ്രതിക്ക് കുരുക്കായത്. ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോവളത്ത് നിന്ന് ആറ്റുകാൽ സ്വദേശികളായ ശരത്, മിഥുൻ എന്നിവരെ പിടികൂടിയത്. കാരോട് കഴക്കൂട്ടം ബൈപ്പാസിലൂടെ വരുന്നതിനിടെയാണ് അറസ്റ്റ്. ഇവരിൽ നിന്ന് 15 ഗ്രാം MDMAയും ബൈക്കും പിടിച്ചെടുത്തു. ബംഗളൂരുവിൽ നിന്ന് ലഹരിമരുന്ന് കടത്തിക്കൊണ്ടുവന്ന് ഏജന്റുമാർക്ക് എത്തിച്ചു നൽകുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു. മുമ്പും സമാനമായ കേസുകളിലെ പ്രതികളാണ് ഇരുവരും. ജില്ലയ്ക്ക് അകത്തും പുറത്തും ലഹരിമരുന്ന് എത്തിച്ചു നൽകുന്നതിന് ഒരു ഇടപാടിന് 20,000 രൂപ മുതൽ 30,000 രൂപ വരെ ഇവർക്ക് ലഭിച്ചിരുന്നതായും പോലീസ് വ്യക്തമാക്കി. പാലക്കാട് ലഹരിമരുന്നുമായി കോട്ടയം സ്വദേശി മനു എസ് നായരാണ് പോലീസിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്ന് 150 ഗ്രാം MDMA പിടിച്ചെടുത്തു. പോലീസ് പിന്തുടരുന്നതിനിടെ യുവാവിന്റെ ബൈക്കിലെ പെട്രോൾ തീർന്നു പോവുകയായിരുന്നു. തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് MDMA കണ്ടെടുത്തത്.
ഇയാൾ ലഹരി കടത്തുന്നതായി പോലീസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇതോടെയാണ് ഡാൻസ് ഓഫ് സംഘം വാളയാറിൽ നിന്നും മനുവിനെ പിന്തുടർന്നത്. അതിവേഗത്തിൽ കടന്നുകളയാൻ ശ്രമിച്ചെങ്കിലും കരിമ്പയിലെത്തിയപ്പോഴേക്കും ബൈക്കിന്റെ പെട്രോൾ തീർന്നതാണ് പോലീസിന് കാര്യങ്ങൾ എളുപ്പമാക്കിയത്. കോയമ്പത്തൂരിൽ നിന്ന് MDMAയുമായി മലപ്പുറം എടപ്പാളിലേക്കാണ് പ്രതി പോയിരുന്നതെന്ന് പോലീസ് അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് നിരവധി സുഹൃത്തുക്കളുണ്ടാകും. മുൻപ് സ്കൂളിലും കോളേജിലുമൊക്കെ ഒന്നിച്ച് പഠിച്ചവരും ഒരിക്കൽ പോലും നേരിൽ കാണാത്തവരും അപരിചിതരുമൊക്കെ ഇക്കൂട്ടത്തിലുണ്ടാകാം. ഇതിലെത്ര പേരെ വിശ്വസിക്കാൻ കഴിയും? നമുക്കൊരു അപകടമുണ്ടായാൽ ഈ സുഹൃത്തുക്കളിൽ ആരൊക്കെ ഒരു സഹായത്തിന് വരും? സൗഹൃദമൊക്കെ നല്ലതാണ്, പക്ഷെ അവിടെയുള്ള കള്ള നാണയങ്ങളെ തിരിച്ചറിയാൻ കൂടി നമുക്ക് കഴിയണം. കൊച്ചിയിൽ നാവികസേന ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് സൗഹൃദം സ്ഥാപിച്ചയാൾ ഒരു യുവതിയെ ചതിച്ച കഥയിലേക്കാണ്. ആലപ്പുഴ സ്വദേശി അജ്മൽ ഹുസൈൻ വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിക്കുകയും പണം തട്ടുകയും ചെയ്തു. കേസിൽ പ്രതി അജ്മൽ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. നേരത്തെ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ 30 ലക്ഷം രൂപ തട്ടിയ കേസിലും പ്രതിയാണ് ഇയാൾ. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെയാണ് പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചത്. ഈ പേരും മുഖവും നന്നായി ഓർത്തു വെക്കണം കേട്ടോ. പീഡന കേസിൽ ജാമ്യം ലഭിച്ചും അവൻ പുറത്തിറങ്ങാം. പുതിയ ഇരയെ തേടി. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.